24 മണിക്കൂറും ഒരാളെ മൊബൈലിൽ വിളിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ വെറും ഒരു ഫോൺ അറ്റൻഡർ ആണെന്നല്ലേ. അവന്റെ പണി എന്താ? എപ്പോഴും ഫോൺ അടിക്കുക. നിസ്കരിക്കാൻ കഴിയും അവന്? നിസ്കരിക്കുമ്പോൾ മുമ്പിൽ വെച്ചിരിക്കാൻ. ഇത് അമേരിക്കത്തെ ആളുകളെ കുറിച്ചൊന്നും അല്ലട്ടോ പറയുന്നത്. ഈ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചുമല്ല, പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങളൊന്നും നിസ്കരിക്കുമ്പോൾ മുമ്പിൽ വെക്കാറില്ലല്ലോ. അങ്ങനെ മുമ്പിൽ അഥവാ വെച്ചാലോ റുക്കുവിലേക്ക് പോകുമ്പോഴായിരിക്കും കുട്ടിയായ്മത് വിളിക്കുന്നത്. ഉടനെ എടുത്തുകൊണ്ട് പറയും, അവിടെ അവൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും, ഞാൻ ഇപ്പോൾ റുക്കുവിലാണുള്ളത് കേട്ടോ. എന്താണ് ഇപ്പം അടുത്ത് ഞാൻ കേട്ടത് പ്രകാരം മനുഷ്യന്മാര് ഖബറിൽ പോലും മനുഷ്യന്മാര് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. എന്താ കാര്യം? നാട്ടിലൊരാൾ മരിച്ചപ്പോ എല്ലാവരും കൂടിയിട്ട് അയാളെ ഖബറടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏറ്റിയിട്ട് കൊണ്ടുവന്നു. അവിടെ വെച്ചു. 1-2 ആളുകൾ ഇങ്ങനെ ഖബറിൽ ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുക. താഴ്ത്തിയിട്ട് ആ മയ്യത്ത് ഇങ്ങനെ താഴ്ത്തുന്നതിന് മുമ്പ് ഇയാളുടെ ഫോൺ അരേന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇയാൾ വേഗം മയ്യത്ത് അവിടെ വെച്ച് ഖബറിന്റെ ഉള്ളിൽ തന്നെ ഇയാൾ ഫോൺ എടുത്തിട്ട് പറയാണ്, എടാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കട്ടെ, ഞാൻ ഇപ്പൊ ഖബറിന്റെ ഉള്ളിലാണുള്ളത്, ഭയങ്കര തിരക്കിലാന്ന് പറഞ്ഞു. പടച്ചോനെ, ലൈഫ് ടൈം വാലിഡിറ്റി ഒക്കെ നന്നായിട്ട് കേട്ട ആളായിരുന്നു വിളിച്ച ആള്. അയാൾ പേടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? പേടിച്ച അവശന അയാൾ വല്ല മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിലൊക്കെ ആയിരിക്കുമോ? ഏതായാലും 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത് എന്നാണ് ആ കഥയുടെ അവസാനത്തിൽ പറയാറുള്ളത്. ഇങ്ങനെ ഒരു തരം മാനിയ എന്തെന്നാ അതിന് പറയാ. ഇനി ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? അയാളെ വിളിച്ചിട്ട് ചീത്തയോട് ചീത്ത. എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്, ഒന്ന് ഫോൺ എടുത്തൂടെ? അത് പറയുന്നത് കേട്ടാ വിചാരിക്കും നമ്മൾ അയാൾക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കുമ്പോഴെപ്പോഴും നീ ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാന്ന് വിചാരിക്കും. നല്ല ഗാലക്സിയുടെ ഫോൺ. അവന്റെ കാശ് കൊടുത്ത് അവനവന്റെ സൗകര്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോണ് നമ്മൾ വിളിച്ചടുക്കൽ നിർബന്ധം. ഞാനത് പറയാൻ കാരണം, നിങ്ങൾ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ജീവിതത്തിന്റെ സമയം ഇന്ന് അതുമായി ബന്ധപ്പെട്ടല്ലേ അല്ലേ? എത്ര പ്രായമായ ആളുകളാണെങ്കിലും അവർക്ക് വാട്സപ്പിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഇന്നലെ വയസ്സായ ആളുകളുടെ പോലുള്ള ചർച്ച എന്താണ്? ഫേസ്ബുക്ക് വാട്സപ്പും കൂടെ വാങ്ങി എന്നുള്ളതാണ്. അവർക്ക് വേറെ ഒന്നും വിഷയമല്ല. ഇവിടെ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി ഇടിഞ്ഞു വീണാലും ഒന്നും വിഷയമല്ല അല്ലേ? ചെറുപ്പക്കാരൊക്കെ അതിന്റെ പിന്നാലെ. രാവിലെ സുബീക്ക് എഴുന്നേറ്റ് പല്ല് പോലും തേക്കുന്നതിന്റെ മുമ്പ് അവൻ ഫോൺ എടുത്ത് നോക്കുകയാണ്. പടച്ചോൻ, ഇന്നലെ രാത്രി ഞാൻ 12:48 വിട്ട എന്റെ ആ മുഖത്തിന്റെ ആ ചിത്രത്തിന് എത്ര ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എഴുന്നേൽക്കുന്ന നിരാശയുണ്ട്. കാരണം 2 ഹംക്കുകളെ ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 4-5 ഡിസ്ലൈക്കും ഉണ്ട്. കാരണം അവന്റെ മുഖം അത്ര പോരായിരുന്നു. ഇങ്ങനെ ജീവിതം മുഴുവൻ ലൈക്കിലും ഡിസ്ലൈക്കിലും കമന്റിലും ഷെയറിലും ഒക്കെ ആയി കഴിഞ്ഞുകൂടുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെയല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചോ, നെറ്റ് ഉപയോഗിച്ചോ, പക്ഷെ അതിന്റെ ഒരല്പസമയമെങ്കിലും ഇതൊക്കെ പഠിക്കാൻ, റബ്ബിനെ പഠിക്കാൻ, അള്ളാഹുവിന്റെ ഉന്നതമായ ദർശനങ്ങളെ പഠിക്കാൻ എന്ത് നമ്മൾ സമയം കണ്ടെത്താത്തത്? അള്ളാഹു പറയുകയാണ്, പിന്നെ ആ മാംസപിണ്ഡത്തെ നാം എല്ലുകൾ കൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾ ചിന്തിക്കണേ, റബ്ബ് നൽകിയതാണ്. എന്റെയും നിങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ആ എല്ലുകളുടെ മേലിൽ അവൻ മാംസം പൊതിയുകയാണ്. പിന്നെ അവൻ മറ്റൊരു രൂപത്തിൽ നമ്മെ പടച്ചു. അവൻ കൈകൾ നൽകി, അവൻ കാലുകൾ നൽകി, അവൻ ചെവികൾ നൽകി, അവൻ ഹൃദയങ്ങൾ നൽകി, അവൻ കണ്ണുകൾ നൽകി അല്ലേ? അവൻ കണ്ണുകൾ നൽകി, അവൻ തല നൽകി, അവൻ മുടി നൽകി, ചിരിക്കാനുള്ള കഴിവ് നൽകി. നമ്മൾ കാണാറില്ലേ റബ്ബിന്റെ അനുഗ്രഹം ഒരുപാട് ലഭ്യമായിട്ടും ഒരനുഗ്രഹം ലഭ്യമാവാത്തവർ, കൈയില്ലാത്ത ആളുകൾ, കണ്ണില്ലാത്ത ആളുകൾ. നമ്മളൊക്കെ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള ആയിരക്കണക്കിന് നിറങ്ങളെ തിരിച്ചറിയുമ്പോ, ആയിരക്കണക്കിന് വർണ്ണങ്ങളെ നമ്മൾ അറിയുമ്പോ, നമ്മുടെ മനസ്സിന് കൺകുളിർമ നമ്മൾ ഉണ്ടാക്കുമ്പോ, അല്ലാഹുവിന്റെ വാക്ക് പടച്ചവൻ പറയുകയാ,
നിങ്ങൾക്ക് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ, നിങ്ങൾക്ക് നാം ചെവി നൽകിയില്ലേ, നിങ്ങൾക്ക് നാം കണ്ണുകൾ നൽകിയില്ലേ, നിങ്ങൾക്ക് നാം ഹൃദയം നൽകിയില്ലേ? ചിന്തിക്കണ്ടേ നിങ്ങൾ? അല്ല പറയാണ്, പക്ഷേ നിങ്ങൾ ചിന്തിക്കാറില്ല. ഖലീലം മാ തഷ്കുറൂൻ. രാവിലെയും വൈകുന്നേരവും AC ഇട്ട കാറിൽ നടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ ഈ ഭാഗത്തൊരു വേദന വന്നാലാണോ റബ്ബേ ഇത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ നടന്നല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്? അപ്പോഴും ആലോചിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, റബ്ബിന്റെ കാരുണ്യത്തെ നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിലോകമാണ്. നിങ്ങൾ ചിന്തിക്കുവോ, അല്ല ഇപ്പോഴും എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോശമാണ് സൃഷ്ടിക്കുന്നത്. കോശം, ചെറിയ കോശം, സെൽ എന്ന് പറയാറുണ്ടല്ലോ, അത്ഭുതങ്ങളുടെ കേന്ദ്രമായ കോശം. നിങ്ങൾ ചിന്തിക്കുമോ, ആ കോശം എന്റെ ശരീരത്തിൽ ഓരോ നിമിഷവും പുതിയ കോശങ്ങൾ ജനിക്കുകയും പഴയ കോശങ്ങൾ മരിക്കുകയും ചെയ്യുന്നുവെന്ന എന്റെ എടക്കഴിയൂരിലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ, റബ്ബ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തില് ഒരു കോശം നശിക്കണ്ട എന്നങ്ങ് ഈ നിമിഷം തീരുമാനിച്ചാൽ, നിങ്ങളുടെ കഴുത്തിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ കരളിലെ കോശം നശിക്കണ്ട എന്ന്, നിങ്ങളുടെ ചെവിയിലെ കോശം നശിക്കണ്ട എന്ന് അല്ല അങ്ങ് തീരുമാനിച്ചാൽ, ആ രോഗമാണ് ക്യാൻസർ എന്നറിയപ്പെടുന്നത്, അർബുദം എന്നറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, തിരിച്ചു വരുന്ന ആളുകൾക്ക് മുടിയുണ്ടാവാറില്ല, തിരിച്ചു വരുന്ന ആളുകൾക്ക് കണ്ണിന്റെ പോളകളിൽ രോമങ്ങൾ പോലും ഉണ്ടാവാറില്ല. നമ്മൾ ഓർക്കണ്ടേ റബ്ബ് പറഞ്ഞത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഐനൈൻ, രണ്ട് കണ്ണവൻ തന്നില്ലേ? എന്റെയും നിങ്ങളുടെയും കണ്ണുകൾ എത്ര സുന്ദരമാണ്. മൃഗങ്ങളുടെ കണ്ണ് പോലെയല്ലല്ലോ, ജീവജാലങ്ങളുടെ കണ്ണ് പോലെയല്ലല്ലോ. എന്റെയും നിങ്ങളുടെയും കണ്ണ് എത്രമേൽ സുന്ദരമാണ്. ആ സുന്ദരമായ നിറം, ആ സുന്ദരമായ രൂപം, ആ കണ്ണിനൊരിക്കലും ദുർഗന്ധമില്ലാതെ സ്വയം വൃത്തിയാകുന്ന സംവിധാനം നൽകിയത് വലിസാനം വശഫതൈൻ. നാവ്, ചുണ്ട്, എന്തൊക്കെ. അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ഒരിക്കൽ വിശദീകരിക്കുകയാണ്, സ്വഹാബികളെ, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് ഭാവിയില് പരലോകത്തുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് എന്നോട് ജിബ്രീൽ വിശദീകരിച്ചു. ജിബ്രീൽ എന്നോട് പറയുകയാണ്, നബിയേ, മുൻഗാമികളിൽപ്പെട്ട ഒരാളെ അല്ലാഹു തആല നാളെ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? ആ മനുഷ്യൻ 500 കൊല്ലക്കാലം കടലിന്റെ മധ്യത്തിലെ ഒരു പർവ്വതത്തിൽ അള്ളാഹുവിനെ സുജൂദിലായി കിടന്നു, അള്ളാഹുവിനെ ഇബാദത്തിലായി കിടന്നുകൊണ്ടിരുന്നു. ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഇല്ല. മുഴുവൻ സമയവും സുജൂദിൽ തന്നെയാണ്. അല്ലാഹു തആല കടലിന്റെ മധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ശുദ്ധജലം നൽകി. അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നില്ല. വർഷത്തിൽ ഒരു തവണ ഒരു മാതളപ്പഴം നൽകി. അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തിരുന്നത്, റബ്ബേ, എന്നെ സുജൂദിലായി നീ മരിപ്പിക്കണേ എന്നതാ. സുജൂദിൽ കിടന്ന് അദ്ദേഹം മരിച്ചു. അങ്ങനെ സുജൂദിൽ കിടന്ന് പുനർജന്മം നൽകാൻ റബ്ബിനോട് ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുജൂദിൽ തന്നെ അദ്ദേഹത്തിന് പുനർജന്മം നൽകി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, അങ്ങനെ ഈ മനുഷ്യനെ നാളെ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവരും. കൊണ്ടുവന്നാൽ അല്ലാഹു തആല മലക്കുകളോട് പറയും, മലക്കുകളെ, ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അല്ലാഹുവേ, നിന്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ, എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകൂ അല്ലാ. അല്ലാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, മലക്കുകളെ, ഈ മനുഷ്യന് ഞാൻ നൽകിയിരിക്കുന്ന കണ്ണ് എന്ന നിഅമത്തിന് നിങ്ങൾ എടുക്കണം. ഇദ്ദേഹത്തിന്റെ 500 കൊല്ലക്കാലത്തെ ഇബാദത്തും നിങ്ങൾ എടുക്കണം.
അങ്ങനെ മലക്കുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കും. നോക്കുമ്പോൾ കണ്ണുകൊണ്ടവൻ കണ്ടതിന് പകരം, കണ്ണുകൊണ്ടവൻ നോക്കിയതിന് പകരം, അവൻ ചിന്തിച്ചതിന് പകരം ഒന്നുമേ അവന്റെ ഇബാദത്തെത്തുന്നില്ല. അല്ലാഹു പറയും, മലക്കുകളെ, എനിക്ക് നന്ദി ചെയ്യാത്തത് കാരണം ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ അല്ലാഹുവിനോട് വിളിച്ചു പറയും, റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അല്ലാ. അല്ലാഹു ആ മനുഷ്യനെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, മനുഷ്യ, നിനക്കാരാ ജന്മം നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് ഇബാദത്തിനുള്ള മനസ്സ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് 500 കൊല്ലക്കാലം ആയുസ് നൽകിയത്? നീയാണല്ലാ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള മരണം നൽകിയത്? അതും നീയാണ് റബ്ബേ. നിനക്കാരാണ് സുജൂദിൽ കിടന്നുള്ള പുനർജന്മം നൽകിയത്? അതും നീയാണ് അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അങ്ങനെ അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ്. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം കൂടെ, നമ്മളുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് റബ്ബ് എത്ര ഭംഗിയിലാണ്. നിങ്ങളുടെ കയ്യിന്റെ വിരലിലേക്ക് നോക്കൂ. നിങ്ങൾ എത്ര സുന്ദരമാണ് നമ്മുടെ കൈകൾ. വൈരൂപ്യമൊന്നുമില്ലല്ലോ. ഈ കൈകളുടെ ഓരോ വിരലുകളും നോക്കൂ നിങ്ങൾ. ഓരോ വലിപ്പമാണ് അല്ലേ? ഓരോ വലിപ്പം. മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ, ഇരുമ്പൊത്തു തല്ലിത്തഴമ്പിച്ച കൈകൾ, കലപ്പക്കഴത്തിൽ പുഴക്കുന്ന കൈകൾ. എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും മനുഷ്യന് വരുത്തുന്ന ഈ കൈകൾ, അതിന്റെ വിരലുകൾ നോക്കൂ നിങ്ങൾ. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒന്ന് നമ്മളൊരു സാധനം പിടിക്കുമ്പോ അത് ഒരേ വലിപ്പത്തിൽ വരാൻ വേണ്ടിയാണ്, ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയാണ്. ഒരേ വലിപ്പത്തിൽ കൈവിരൽ വന്നാലേ ഒരു സാധനം നമുക്ക് എടുക്കാനും പിടിക്കാനും കഴിയൂ. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. റബ്ബ് നമ്മോട് വലിയ സ്നേഹമുള്ളവനാണ്. അവൻ വദൂദാണ്. അവൻ നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും താല്പര്യമുള്ളവനുമാണ്. റഹ്മാൻ എന്നല്ലേ? അർ-റഹ്മാൻ, ഏറ്റവും വലിയ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും ഇങ്ങനെ വന്നിരിക്കുകയാ. ഒരുപാട് തടവുകാര്, യുദ്ധത്തിന്റെ തടവുകാര് പിടിക്കപ്പെട്ടവരുണ്ട്. നബിയും സ്വഹാബികളും ആ തടവുകാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവക്കിടയിൽ നിന്നതാ ഒരു പെണ്ണ് തന്റെ പിഞ്ചു കുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടക്കുകയാണ്. എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, ഞാൻ മുലയൂട്ടുന്ന എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എന്നന്വേഷിച്ച് നടക്കുന്ന ആ പാവപ്പെട്ട പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാണുന്നു, സ്വഹാബികളും കാണുന്നു ആ പിഞ്ചു കുഞ്ഞിനെ. അവസാനം ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള സ്വഹാബികളോട് ചോദിക്കുകയാണ്, സ്വഹാബാ അതറൗന ഹാദിഹിൽ മർഅ, നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ? ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന്? ഇല്ല നബിയെ, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ പെണ്ണൊരിക്കൽ ഇതിനെ തീയിലേക്ക് വലിച്ചെറിയില്ലല്ലോ കുഞ്ഞിനെ. എന്നാൽ ഇന്നല്ലാഹ അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹാ. ഈ കുട്ടിയേക്കാൾ അല്ലാഹുവിനോ, ഈ കുട്ടിക്ക് ഈ ഉമ്മക്കുള്ളതിനേക്കാൾ എന്നോടും നിങ്ങളോടും മനുഷ്യരോട് സൃഷ്ടികളോട് അല്ലാഹുവിന് കാരുണ്യമുണ്ടെന്ന് ഹബീബ എന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം